കൊട്ടിയൂർ പന്നിയാമലയിൽ കെണിയിൽപ്പെട്ട് കടുവ ചത്ത വിഷയത്തിൽ സ്ഥലമുടമയെ കേസിൽ കൊടുക്കുമെന്ന വാർത്തയുടെ നിജസ്ഥിതി അറിയുവാൻ കൊട്ടിയൂർ റേഞ്ച് ഓഫീസറെ കണ്ട് CPM നേതാക്കൾ. കൊട്ടിയൂർ ലോക്കൽ സെക്രട്ടറി KN സുനീന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർ KK ബാബു, OM കുര്യച്ചൻ, നേതാക്കളായ VR ഷജി, ബാബു MK എന്നിവരാണ് കൊട്ടിയൂർ റേഞ്ച് ഓഫീസറെ കണ്ട് വിശദീകരണം തേടിയത്. പഞ്ചായത്തിലെ പന്നിയാമലയിലെ ഒരു വർഷം മുമ്പ് ഒരു കടുവ കുടുക്കിപ്പെട്ടിരുന്നു. അപ്പോൾ അതിന്റെ ഉടമസ്ഥന്റെ പേരിൽ കേസെടുക്കുക എന്ന് പറഞ്ഞിട്ട്, സ്ഥല ഉടമയുടെ പേരിൽ കേസെടുക്കുക എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനെ പറ്റി ഒന്ന് പറയാമോ? അതായത് ആ ന്യൂസ് ഞാൻ കണ്ടു. ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഔദ്യോഗികമായി ഒരു കൈമാറിയ ഒരു കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ന്യൂസ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇതിൻ്റെ കേസിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ 2024 ഫെബ്രുവരി 13 ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് കടുവയെ കുടുക്കിയുമായി ബന്ധപ്പെട്ടിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പം കേസ് രജിസ്റ്റർ ചെയ്ത് കടുവയിലുമായി ബന്ധപ്പെട്ട് എന്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യണം. കാരണം വനംവകുപ്പിന് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് നമ്മൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രൈവറ്റ് സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഓണറുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക, അതുപോലെ ആ സ്ഥലത്തിൻ്റെ സ്കെച്ച് എടുക്കുക. ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ് ഈ രണ്ട് കാര്യം. ഓണറുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. കാരണം ഓണർ അവിടെ സ്ഥലത്തില്ലാത്ത ഒരാളാണ്. അത് എനിക്ക് തോന്നുന്നു മന്നഞ്ചേരി പന്നിയാമല റോഡ് സൈഡിൽ വരുന്ന സ്ഥലമാണ്. ആർക്ക് വേണമെങ്കിലും അവിടെ കൊടുത്ത് സ്ഥാപിക്കാം. അപ്പം ഈ ഒരു കാര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം നമ്മൾ വില്ലേജ് ഓഫീസർക്ക് കഴിഞ്ഞ ഫെബ്രുവരി തന്നെ ഒരു ലെറ്റർ അയച്ചു. അതായത് ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ്റെ ഡീറ്റെയിൽസും അതുപോലെ സ്ഥലത്തിൻ്റെ സ്കെച്ചും ലഭ്യമാക്കി തരണം, നമ്മുടെ ഈ കേസ് അന്വേഷണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ അതിന് മറുപടിയൊന്നും ലഭിച്ചില്ല. നമ്മൾ കേസ് അന്വേഷണമായി മുന്നോട്ട് പോയി. നമ്മൾ മറ്റ് സ്ഥലങ്ങളിലും മറ്റ് പരിസരവാസികളും എല്ലാം അന്വേഷിച്ച് നമുക്ക് പ്രതികളെ ഒന്നും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതിലടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, കേസ് കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ്. കേസ് പൂർത്തിയാക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ കേസിന് കേസ് ഡയറൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമുക്ക് ഒരുപാട് റിമൈൻഡേഴ്സ് വരുന്നുണ്ട്, എന്തുകൊണ്ടാണ് കേസ് ഇങ്ങനെ ഡിലേ ആയിട്ടുള്ളത്. കാരണം നമുക്ക് വിജിലൻസ് കൈമാറിയ ഒരു കേസാണ്. അപ്പോൾ ഇതിൽ എത്രയും പെട്ടെന്ന് നമുക്ക് നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത നടപടിയാണ് നമ്മൾ ഈ അന്ന് കൊടുത്ത ലെറ്ററിന് ഒരു റിമൈൻഡർ കൂടി കൊടുക്കുക. വീണ്ടും എന്താണ് ഇതിൻ്റെ വീണ്ടും അതേ ഒരു ലെറ്ററിന് ഈ സ്കെച്ച് ലഭ്യമാക്കാനും അതുപോലെ ഉടമസ്ഥൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമാക്കാനും വേണ്ടിയിട്ട് വീണ്ടും അതുപോലെ ഒരു ലെറ്റർ റിമൈൻഡർ എന്ന രീതിയിൽ നമ്മൾ സ്വാഭാവിക നടപടിക്രമം എന്ന രീതിയിൽ ഒരു റവന്യൂ ആണ് അതിൻ്റെ ആധികാരികപ്പെട്ട ഉദ്യോഗസ്ഥർ റവന്യൂ ആണ്. അപ്പം അവർക്ക് കൊടുത്തിരിക്കുന്നത് അത് എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഒരു ഓണറെ പ്രതിയാക്കാനോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനോ വേണ്ടിയിട്ടുള്ളതല്ല. കാരണം അവർ ആ സ്ഥലത്തില്ലാത്ത ആളാണ്. അവർക്കെതിരെ നമുക്ക് അന്വേഷണത്തിൽ ഒരു തെളിവ് കിട്ടിയിട്ടില്ല. അവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അറസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നതാണ് ഒരു മനുഷ്യാവകാശ ലംഘനമാണത്. അവർ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് പോയി കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങും. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അത് നടന്നില്ല. ഇതൊരു സ്വാഭാവിക നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ലെറ്റർ കൊടുത്തു എന്ന് മാത്രമാണ്. അതൊരു കമ്മ്യൂണിക്കേഷൻ. നമ്മൾ വനംവകുപ്പ് ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വില്ലേജ് ഓഫീസിലേക്കാണ് ലെറ്റർ കൊടുക്കുന്നത്. സ്വാഭാവികമായി കൊടുത്തു മാത്രമാണ്. ഉടമസ്ഥത തെളിയിക്കാനുള്ള കടലാസും അതുപോലെ സ്ഥലത്തിൻ്റെ സ്കെച്ചും. നമുക്ക് കോടതിയിൽ ഇത് വെറുതെ ഒരു അന്വേഷണം നടത്തി നിങ്ങളുടെ എവിടെ നടപ്പായ ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇത് NTC അടക്കം, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി അടക്കം കടുവയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് അവരടക്കം ചെക്ക് ചെയ്യുന്ന ഒരു കേസാണ്. അപ്പം നമ്മൾ വ്യക്തമായി അന്വേഷിച്ചില്ലെങ്കിൽ കേസ് ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുക. വെറുതെ ഈ ഒറ്റ കാര്യത്തിന് വേണ്ടി നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചെറിയൊരു നടപടിക്രമം, ആ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് നമ്മൾ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, പ്രതിയാണെന്ന് നമ്മൾ എവിടെയും പ്രതിയല്ലല്ലോ. പ്രതിയാണെങ്കിൽ നമുക്ക് തെളിവ് കിട്ടണ്ടേ. ഇത് നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ലെറ്റർ മാത്രമാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അന്ന് കൊടുത്തു, കിട്ടിയില്ല. അത് റിമൈൻഡർ എന്ന രീതിയിൽ നമ്മൾ പ്രതിയാണെങ്കിൽ നമ്മൾ നേരിട്ട് പോയി അന്വേഷിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോയില്ല. അതൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവസാനിപ്പിക്കണമെങ്കിൽ ഈ നടപടിക്രമം പൂർത്തിയാക്കണം. നമ്മൾ അതാണ് കേസ് അവസാനിപ്പിക്കണമെങ്കിൽ കേസ് ഡയറിക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കേസ് നമ്മൾ ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പെൻഡിങ് കേസുകളൊക്കെ തീർപ്പാക്കുക എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തൊരു ലെറ്റർ കമ്മ്യൂണിക്കേഷൻ ആണ് ചെയ്തത്. ആ കമ്മ്യൂണിക്കേഷൻ ഒരു തെറ്റായ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് വളരെ ഭംഗിയായി പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. ജനങ്ങളുടെ ആശങ്ക ഉളവാക്കുന്ന രീതിയിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു ആശങ്കയിലും ഇതിൽ സ്ഥാനമില്ല എന്നുള്ളതാണ്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.
ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫെസ്റ്റ്. ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ, എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ, എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ, എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറയെ സമ്മാനങ്ങളും, കൂടാതെ കലക്കൻ ക്യാഷ് ബാക്ക് ഓഫർ. വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു. ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്, നിയർ സിറ്റി സെന്റർ, മെയിൻ റോഡ്, ഇരിട്ടി. Also at Kanyangad, Payyannur, Kannur and Mele Pattambi.